ഇനി സാറിനോട് വ്യക്തിപരമായിട്ടുള്ള പിന്നെ രാഷ്ട്രീയപരമായിട്ടുള്ള ഭരണപരമായിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാം. സർ, ഭരണം ഏറ്റെടുക്കുമ്പോൾ 100 ദിന പരിപാടികൾ എന്ന് പറഞ്ഞ ഒരു ടാർഗറ്റ് വയ്ക്കുക എന്ന് പറയുന്നത് വളരെ ദുഷ്കരമായിട്ടുള്ള കാര്യമാണ്. അത് അങ്ങ് വെച്ചു. എത്രത്തോളം അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്? അതിൻ്റെ ആദ്യത്തെ അസസ്മെൻറ്റ് 30 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളത് തുടങ്ങിക്കഴിഞ്ഞു. ഇന്നും നാളെയൊക്കെ ആയിട്ടത് പൂർത്തിയാക്കി. അതിനുശേഷമാണ് ഇനി ആ ടാർഗറ്റ് എത്തുന്നതിന് എവിടെയൊക്കെ നല്ല പ്രോഗ്രസ് ഉണ്ടായി, എവിടെയാണ് അതിൻ്റെ പിന്നെ സ്ലോ ആയിട്ട് വന്നിട്ടുള്ളത്, ഇത് ലക്ഷ്യം നേടുന്നതിന് എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ എന്നുള്ളതൊക്കെ ഞങ്ങൾ അസസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 100 ദിവസത്തെ പരിപാടികൾ അതൊരു പൂർണ്ണ വിജയത്തിലാക്കാൻ സാധിക്കുമെന്നുള്ള ആത്മവിശ്വാസത്തോടെയാണ് നീങ്ങുന്നത്. ഈ സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെക്കുറിച്ച്, വിശേഷിച്ച് മെഡിക്കൽ വിദ്യാഭ്യാസം, അതിനെക്കുറിച്ച് വളരെ വ്യക്തമായ കാഴ്ചപ്പാട് UDF-നുണ്ട്. പക്ഷേ അതിൻ്റെ പേരിൽ രാഷ്ട്രീയപരമായി ഒരുപാട് സമരങ്ങൾ കേരളത്തിന് കാണേണ്ടി വന്നു. അപ്പോഴും വ്യക്തമായ നിലപാട് അങ്ങെടുത്തു, 50-50 എന്നുള്ള ആ നിലപാട്. അതേ അവസരത്തിൽ തന്നെ ക്രോസ് സബ്സിഡി പാടില്ല എന്നുള്ള സുപ്രീം കോടതിയുടെ വെർഡിക്റ്റ് ഉണ്ട്. അപ്പോൾ ഈ സുപ്രീം കോടതി വിധികൾ എന്തൊക്കെ നയങ്ങൾ രൂപീകരിച്ചാലും സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിലായിരിക്കില്ലേ ഭാവിയിൽ സ്വാശ്രയ വിദ്യാഭ്യാസ കാര്യത്തിൽ ഗവൺമെൻറ്റിന് തീരുമാനമെടുക്കാൻ കഴിയുക? അതിന് ഗവൺമെൻറ്റിന് വ്യക്തമായ ഒരു സമീപനമുണ്ട്. സാമൂഹ്യനീതിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ നയമേ കേരളത്തിൽ സാധിക്കും. ഈ സാമൂഹ്യനീതി എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു ഘടകം 50-50ആണ്. കാരണം മെറിറ്റിൽ വരുന്ന കുട്ടികൾ 50% ഉണ്ടായിരിക്കണം. സ്വാഭാവികമായും നടത്തുന്ന മാനേജ്മെൻറ്റിന് 50% കുട്ടികളെ എടുക്കാൻ അവസരവും വേണം. അതിനകത്ത് പിന്നെ ഇത് തുടങ്ങുമ്പം തന്നെ ശ്രീ AK ആൻ്റണി ഇട്ടിരുന്ന പരിപാടിയിലും അതുതന്നെയായിരുന്നു. ഫീസിൻ്റെ കാര്യത്തിൽ ഈ പറഞ്ഞതുപോലെ സുപ്രീം കോടതിയുടെ വിധി ക്രോസ് സബ്സിഡി പാടില്ല. കാരണം ഇത് തുടങ്ങുന്ന സമയത്ത് UDF സാമൂഹ്യനീതി എന്ന നിർവചനം നടത്തിയത് 2 ഗവൺമെൻറ് കോളേജ് സ്വാശ്രയ കോളേജ് സമം 1 ഗവൺമെൻറ് കോളേജ് എന്നാണ്. അപ്പം 50-50 അഡ്മിഷൻ, ഗവൺമെൻറ് അഡ്മിഷന് കിട്ടുന്നിടത്ത് ഗവൺമെൻറ് ഫീസ് ഇതായിരുന്നു. പക്ഷേ ക്രോസ് സബ്സിഡി പാടില്ല എന്നുള്ള സുപ്രീം കോടതിയുടെ വിധി വന്നതിനെ തുടർന്ന് ഈ ഗവൺമെൻറ് ഫീസ് ഗവൺമെൻറ് സീറ്റിൽ നിന്നുള്ളത് നടക്കാതെ വന്നിട്ടുണ്ട്. പക്ഷേ എന്നാലും അമിതമായ ഫീസ് പാവപ്പെട്ട ഗവൺമെൻറ് സെലക്ഷൻ ലിസ്റ്റ് വരുന്ന പാവപ്പെട്ട കുട്ടികൾക്ക് കൊടുക്കുന്ന ഇതിനോട് യോജിപ്പില്ല. സുപ്രീം കോടതി വിധി രാജ്യത്തെ നിയമമാണ്, അത് നമ്മൾ അംഗീകരിച്ചേ മതിയാകൂ. അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ഗവൺമെൻറ്റിന് ബോധ്യമുണ്ട്. പക്ഷേ ആ ബോധ്യമുള്ളപ്പം തന്നെ ഒപ്പോഴും പാവപ്പെട്ടവർക്ക് കുറഞ്ഞ ഫീസിൽ പഠിക്കാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടാക്കാനാണ് ഗവൺമെൻറ് ശ്രമിക്കുന്നത്. ആ ശ്രമത്തോടെ എല്ലാവരും സഹകരിക്കണം എന്നാണ് ഗവൺമെൻറ്റിൻ്റെ പേരിൽ എനിക്ക് പറയാനുള്ളത്. വളരെ വ്യക്തമായിട്ടുണ്ട് സർ, ഇപ്പോൾ പറഞ്ഞ CM പറഞ്ഞ വളരെ വ്യക്തമായി. അതായത് സുപ്രീം കോടതി വിധി എന്തായാലും സാമൂഹ്യ നീതി കൂടി കണക്കിലെടുത്ത് ഒരു ഫീസ് സ്ട്രക്ചർ അത് പേഴ്സുവേഷനിലൂടെ ആയിരിക്കും. ഒരുപക്ഷെ ഇന്റർ ചർച്ച് കൗൺസിലുമായും മറ്റ് മാനേജ്മെൻറ്റുകളുമായി പേഴ്സുവേഷനിലൂടെ അടുത്ത വർഷം വളരെ വ്യക്തമായി ഇനിയുള്ള 4 വർഷത്തേക്ക് ഒരു വളരെ വ്യക്തമായ പ്ലാൻ കൊണ്ടുവരാനാണ് UDF സർക്കാരിൻ്റെ പരിപാടി. അതിനിടയ്ക്ക് ഈ സമരം വളരെ രൂക്ഷമായ രീതിയിലുള്ള സമരം കൊണ്ടുവന്നത്, പ്രതിപക്ഷം കൊണ്ടുവന്നത് അങ്ങേ വേദനിപ്പിച്ചിട്ടുണ്ടോ? അപ്പോൾ പോലും അങ്ങ് വളരെ സ്റ്റേൺ ആറ്റിറ്റ്യൂഡാണ് എടുത്തത്. സാധാരണഗതിയിൽ ഒരു നയത്തിൻ്റെ പാത വെടിഞ്ഞ് വളരെ ഒരു ഹോം മിനിസ്ട്രി കൂടെ കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് വളരെ സ്റ്റേൺ ആയിട്ടുള്ള ഒരു നിലപാടാണ് അങ്ങ് കൈക്കൊണ്ടത്. അതിനെക്കുറിച്ച് പിന്നെ ഒന്ന്, ഈ സമരത്തിന് ഒരു അടിസ്ഥാനവുമില്ലായിരുന്നു. കാരണം ഇടതുമുന്നണി ഗവൺമെൻറ് 5 വർഷം ഭരിച്ചിട്ടും അവർക്ക് ഇതിനകത്തൊരു വ്യക്തത ഉണ്ടാക്കാൻ സാധിച്ചില്ല. UDF-ന് 5 ദിവസമേ കിട്ടിയുള്ളൂ ഇത് സംബന്ധിച്ചൊരു തീരുമാനമെടുക്കാൻ. പക്ഷേ എന്നാലും കഴിഞ്ഞ 5 വർഷക്കാലം ഇടതുമുന്നണി ഗവൺമെൻറ് എടുത്തതിനേക്കാൾ പുറകോട്ട് ഒരു കാര്യത്തിലും പോയില്ല. പക്ഷെ ഒരു പെർമനൻ്റായ ഒരു സൊല്യൂഷൻ അടുത്ത കൊല്ലേ ഉണ്ടാകത്തുള്ളൂ എന്ന ഒരു നിലയായിരുന്നു ഞങ്ങൾക്കുണ്ടായിരുന്നത്. അതേസമയം ഇടതുമുന്നണി എടുത്ത നിലപാടിൽ നിന്ന് പുറകോട്ട് പോയുമില്ല. പക്ഷേ ഇടതുമുന്നണി എടുത്ത നിലപാടൊക്കെ അട്ടിമറിച്ചു എന്ന് പറഞ്ഞാണ് ഇവർ സമരം ആരംഭിച്ചതും സമരം രൂക്ഷമായതും. സമരത്തിലൊന്നും UDF എതിരല്ല. കാരണം ഒരു ജനാധിപത്യത്തിൽ സമരവും പ്രതിഷേധവും വിയോജിക്കാനുള്ള അവകാശമൊക്കെ എല്ലാവർക്കും ഉണ്ട്. പക്ഷേ അത് അക്രമ സമരത്തിലേക്ക് പോകാൻ പറ്റില്ല.
മറ്റുള്ളവർക്ക് തടസ്സം നിൽക്കത്തക്ക വിധത്തിൽ മറ്റുള്ളവരുടെ അവകാശങ്ങൾ നിഷേധിക്കാൻ പാടില്ല. ഇവിടെ സമരം എന്ന് പറഞ്ഞാൽ അക്രമ സമരം. ഇത് പെട്രോൾ ബോംബ് വരെയാണ് പോലീസിന് നേരെ എറിഞ്ഞത്. അപ്പം ശക്തമായൊരു നിലപാട് എടുക്കാതിരിക്കാൻ സാധിച്ചില്ല. പക്ഷേ ഈ പ്രശ്നം ചർച്ചയിലൂടെ തീരണം എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത്. ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഈ സാമൂഹ്യ നീതിയിൽ അധിഷ്ഠിതമായ വിദ്യാഭ്യാസ നയത്തോട് യോജിപ്പുള്ളവരാണ്. അപ്പോൾ എല്ലാവരുടെയും കൂടി അഭിപ്രായം കൂടി അറിഞ്ഞുകൊണ്ട് ഇവിടുത്തെ ശാസ്ത്രീയ കോളേജ് മാനേജ്മെൻറ്റുകളോട് സംസാരിക്കാനാണ് ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത്. ആ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് നീങ്ങുന്നത്. ഇത് പറയുമ്പോഴേ സർ, കഴിഞ്ഞ LDF ഗവൺമെൻറ് അധികാരത്തിൽ കയറിയപ്പോൾ അന്ന് നിയമസഭയിൽ കൊണ്ടുവന്ന ഈ സ്വാശ്രയ വിദ്യാഭ്യാസ ബില്ല് അതിൽ ഒരുപാട് പാളിച്ചകളുണ്ടെന്ന് അങ്ങ് വ്യക്തിപരമായും UDF നേതാവെന്ന നിലയിലും അങ്ങ് സൂചിപ്പിച്ചിരുന്നു. ഞങ്ങൾ ഇതിനെതിരല്ല എന്നറിയിക്കാൻ വേണ്ടി മാത്രമാണ് പിന്തുണയ്ക്കുന്നത്. എന്നാൽ ഈ ബില്ലിൽ ഒരുപാട് പഴുതുകളുണ്ട്, ഇത് സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടാമെന്ന് UDF ആവർത്തിച്ച് പറഞ്ഞിട്ടും അങ്ങനെ ഒരു ബില്ല് കൊണ്ടുവന്ന് അതിലെ പാളിച്ചകൾ ഈ പറഞ്ഞതുപോലെ തന്നെ സുപ്രീം കോടതി ചൂണ്ടിക്കാണിക്കുകയുമുണ്ടായി. അപ്പോൾ അന്ന് UDF കൈക്കൊണ്ട നയമായിരുന്നു ശരി എന്ന് ഇന്ന് അങ്ങേക്ക് പറയാൻ കഴിയില്ലേ? എനിക്ക് പൂർണ്ണമായിട്ട് പറയാൻ സാധിക്കും. ശ്രീ AK ആൻ്റണി മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് അവിടെ ഒരു നിയമം കൊണ്ടുവന്നത്. ആ നിയമം മാനേജ്മെൻറ്റ് ചോദ്യം ചെയ്തു. ആ നിയമത്തിൽ ക്രോസ് സബ്സിഡി പാടില്ല എന്നുള്ള സുപ്രീം കോടതിയുടെ വിധി ഉള്ളത് കൊണ്ട് ഗവൺമെൻറ് ഫീസ് എന്ന ഒരു ക്ലോസ് മാത്രമേ അന്ന് കോടതി റദ്ദ് ചെയ്തുള്ളൂ. 50-50 കോടതി അംഗീകരിച്ചു. ആ നിയമം റിപ്പീൽ ചെയ്ത് പുതിയ നിയമം ഇടതുമുന്നണി ഗവൺമെൻറ് കൊണ്ടുവന്നതാണ് എല്ലാ പ്രശ്നങ്ങളുടെയും തുടക്കം. ഞങ്ങളന്ന് ചൂണ്ടിക്കാണിച്ചു, ഇത് ശരിയല്ല, ഇത് അപകടം ചെയ്യും. അപ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങളോട് ഒന്ന് സഹകരിച്ചാൽ മതി, ഞങ്ങൾക്ക് നിയമോപദേശം കിട്ടിയിട്ടുണ്ട്, ഈ നിയമം നിൽക്കും. ഞങ്ങൾ വീണ്ടും വീണ്ടും പറഞ്ഞു. ഈ ക്ലോസ് ബൈ ക്ലോസിന് ഞങ്ങൾ വോട്ടും ചോദിച്ചു. പക്ഷേ അവസാനം പാസ്സാക്കുന്ന സമയത്ത് ഡോക്ടർ തോമസ് ഐസക്കും ശ്രീ MA ബേബിയും ഞങ്ങളോട് ആവശ്യപ്പെട്ടു, നിങ്ങളോട് സഹകരിക്കണം. ഇതൊരു ഐക്യകണ്ഠേന നിയമസഭ പാസ്സാക്കി എന്ന് പറഞ്ഞാൽ ഇതിനെല്ലായിടത്തും അംഗീകാരം കിട്ടും. ഞങ്ങളതിനകത്ത് രാഷ്ട്രീയം നോക്കിയില്ല. നമ്മുടെ കുട്ടികളുടെ ഭാവിയെ ബാധിക്കുന്ന പ്രശ്നമാണ്, ശാസ്ത്രീയ മേഖലയിലൊരു വ്യക്തത ഉണ്ടാക്കേണ്ടതാണ് എന്നതിൻ്റെ പേരിൽ ഞങ്ങൾ ഐക്യകണ്ഠേന ആ നിയമം പാസ്സാക്കി കൊടുത്തു. പക്ഷേ ഞങ്ങൾ പറഞ്ഞതുപോലെ തന്നെ കോടതി ചെന്നപ്പം ഫീസിൻ്റെ വകുപ്പും തട്ടി, അതിനുപരി ആൻ്റണിയുടെ കാലത്ത് അംഗീകരിച്ച 50-50 എന്നുള്ളതും മാറ്റി. അതാണ് ഈ പ്രശ്നങ്ങളുടെയൊക്കെ മുഖ്യമായ ഘടകം. ഭാഗ്യം അല്ലെങ്കിൽ ഈശ്വരാനുഗ്രഹം അങ്ങയുടെ കൂടെയുണ്ട്. ഒരുപാട് നല്ല കാര്യങ്ങൾ കേരളത്തിൽ നടപ്പിലാകാൻ പോകുന്നു. അല്പം ടൈം എടുക്കും. അങ്ങയുടെ ഈ പീരീഡിൽ തന്നെ വരുമെന്ന് ഉറപ്പുള്ള ഒരുപാട് കാര്യങ്ങൾ, ഇപ്പോൾ മെട്രോ റെയിൽ കാര്യമായ രീതിയിൽ മുന്നോട്ട് പോകാൻ പോകുന്നു. കണ്ടെയ്നർ ടെർമിനൽ വല്ലാർപാടം അത് മുന്നോട്ട് പോകുന്നു. പിന്നെ സ്മാർട്ട് സിറ്റി വളരെയധികം അങ്ങ് ആഗ്രഹിക്കുന്ന പോലെ തന്നെ ബഹുദൂരം മുന്നോട്ട് പോകാൻ പോകുന്നു. അതൊക്കെ വിഴിഞ്ഞം പദ്ധതി, തുറമുഖ പദ്ധതി അത് മുന്നോട്ട് പോകാൻ പോകുന്നു. ഇത് ഈശ്വരാനുഗ്രഹമാണോ എന്താണ്? ഈ പീരീഡിൽ തന്നെ എല്ലാം വന്ന് ഭവിക്കുന്നു. അത് അങ്ങ് ആരോടാണ് നന്ദി പറയുന്നത്? ഇതെല്ലാം UDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തുടങ്ങിയ കാര്യങ്ങളാണ്. വിഴിഞ്ഞവും കൊച്ചി മെട്രോയും സ്മാർട്ട് സിറ്റിയും എല്ലാ കാര്യങ്ങളും. പക്ഷേ കഴിഞ്ഞ 5 വർഷക്കാലം വിവാദങ്ങളും തർക്കങ്ങളും ഒക്കെ ആയിട്ട് അത് കുടുങ്ങിക്കിടന്നു. അതിൻ്റെ കുരുക്കഴിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുകയാണ്. കാരണം കേരളത്തിന് ഇനി ഇതുപോലുള്ള വികസന പ്രവർത്തനങ്ങളില്ലാതെ മുമ്പോട്ട് പോകാൻ സാധിക്കത്തില്ല. കേരളത്തിൻ്റെ അനിവാര്യമായിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, വിഴിഞ്ഞം കേരളത്തിലല്ലായിരുന്നെങ്കിൽ 25 കൊല്ലം മുമ്പ് പൂർത്തിയായേനെ എന്ന്. ഇത് ഞാൻ എൻ്റെ ഒരു വ്യക്തിപരമായ നേട്ടമായിട്ട് ഞാൻ ഒരിക്കലും കാണത്തില്ല. എൻ്റെ ഒരു പരിശ്രമം അതിൻ്റെ പിന്നിലുണ്ട്, അതിനപ്പുറത്ത് ഒരു നേട്ടമായിട്ട് കാണുന്നില്ല. നേട്ടം കേരളത്തിലെ ജനങ്ങൾക്കുള്ളതാണ്. ഇനി ഇതൊക്കെ തുടങ്ങുന്നേ ഉള്ളൂ. ഇത് പൂർത്തിയാകണമെങ്കിലും ഈ ഒരു കൂട്ടായ്മ വേണം. ഗവൺമെൻറ്റും ജനപ്രതിനിധികളും ഗവൺമെൻറ് ഉദ്യോഗസ്ഥരും പിന്നെ പൊതുജനങ്ങളും എല്ലാം ചേർന്നിട്ടുള്ളൊരു കൂട്ടായ്മയിലൂടെ മാത്രമേ നമുക്ക് ഇതിൻ്റെ ലക്ഷ്യപ്രാപ്തിയിൽ ഒക്കത്തുള്ളൂ. അനാവശ്യമായ ഇടപെടലുകൾ ഇല്ലായിരുന്നെങ്കിൽ സ്മാർട്ട് സിറ്റി അങ്ങയുടെ ഭരണകാലത്ത് തന്നെ തുടങ്ങാൻ സാധിക്കുമായിരുന്നു എന്ന അഭിപ്രായമുണ്ടോ? തീർച്ചയായിട്ടും. അന്ന് കോടതിയിൽ ഇതിന് കേസ് വന്നു, കോടതിയിൽ വന്ന് താമസം വന്നു.
പക്ഷേ കോടതി താമസം വന്നതിന് ശേഷവും എഗ്രിമെൻറ്റുമായിട്ട് മുമ്പോട്ട് പോകാൻ കോടതി തന്നെ അനുവദിച്ചു. പക്ഷേ അപ്പം പിന്നെ തെരഞ്ഞെടുപ്പിലേക്കെത്തി. തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് മാർക്സിസ്റ്റ് പാർട്ടി ഒരു കടുത്ത സമരം പ്രഖ്യാപിക്കുകയാണ്. സ്മാർട്ട് സിറ്റി ആയിട്ട് മുമ്പോട്ട് പോയാൽ ഞങ്ങൾ സമരം എന്ത് വിധത്തിലുള്ള ചെറുത്തുനിൽപ്പും നടത്തുമെന്നും പറഞ്ഞ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് തന്നെ പ്രമേയം പാസ്സാക്കി. അപ്പം തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തൊരു സംഘർഷം, ഒരു സമൂഹത്തിലൊരു ഡിവിഷൻ ഉണ്ടാക്കുന്നത് ശരിയല്ല എന്ന് കണ്ടുകൊണ്ടാണ് ഞങ്ങൾ അന്ന് എഗ്രിമെൻറ്റുമായിട്ട് മുമ്പോട്ട് പോകാൻ തയ്യാറാകാതിരുന്നത്. അതല്ലെങ്കിൽ ഇതിനോടകം സ്മാർട്ട് സിറ്റി ഇവിടെ വരുമായിരുന്നു. ദുബായ് ഗവൺമെൻറ്റിൻ്റെ കമ്പനിയാണ് ടീകോം കമ്പനി. അവരുടെ രാജ്യത്തിന് പുറത്തുള്ള ആദ്യത്തെ പ്രോജക്റ്റായിരുന്നു സ്മാർട്ട് സിറ്റി. രണ്ടാമത്തെ പ്രോജക്റ്റ് അവർ മാൾട്ടയിലാണ് തയ്യാറാക്കിയത്. പക്ഷേ മാൾട്ടയിൽ വന്നിട്ട് 2 കൊല്ലം കഴിഞ്ഞു. അതിനു മുമ്പ് നമ്മുടേത് യാഥാർത്ഥ്യമാകേണ്ടതായിരുന്നു. നമ്മുടെ സമയം ഇത്രയും നഷ്ടപ്പെട്ടു. വ്യവസായ രംഗത്ത് അങ്ങയുടെ ഗവൺമെൻറ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന സമഗ്രമായ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ ഇന്നത്തെ വ്യവസ്ഥിതിയിൽ വ്യവസായങ്ങൾ വരണം, നിക്ഷേപങ്ങൾ വർദ്ധിക്കണം, അതൊക്കെ രാജ്യത്തിൻ്റെ ആവശ്യങ്ങളാണ്. പക്ഷേ വ്യവസായങ്ങൾ നടത്തേണ്ടത് ഗവൺമെൻറ്റാണ് എന്ന ഒരു വിശ്വാസം ഇല്ല. പൊതുമേഖലയിലുള്ള ഇന്നത്തെ സ്ഥാപനങ്ങളൊക്കെ സംരക്ഷിക്കും. അത് ഏറ്റവും കാര്യക്ഷമതയോടുകൂടി മുമ്പോട്ട് കൊണ്ടുപോകാൻ ഗവൺമെൻറ് മുൻകൈയെടുക്കും. അതിനകത്ത് ഒരു വിട്ടുവീഴ്ചയില്ല. അതേസമയത്ത് പുതിയ ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചുള്ളത് വരുമ്പോൾ നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ ആ രംഗത്ത് ഗവൺമെൻറ് കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇൻഫ്രാസ്ട്രക്ചർ രംഗത്ത് നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ സാധിച്ചാൽ നിക്ഷേപങ്ങൾ താനേ വരും. അങ്ങനെ ഒരു നിക്ഷേപ സൗഹൃദ സംസ്ഥാനമായിട്ട് കേരളത്തെ മാറ്റുക. ആ പുതിയതായിട്ട് വരുന്ന നിക്ഷേപങ്ങൾ, ആ കാര്യത്തിൽ ഗവൺമെൻറ് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. പരിസ്ഥിതി തകർത്തുകൊണ്ടാവരുത്. 2, അങ്ങനെ വരുന്ന വ്യവസായങ്ങളും വ്യവസായ രംഗത്തെ വളർച്ചയിലൂടെ ഉണ്ടാകുന്ന സാമ്പത്തിക നേട്ടങ്ങളും ഒരു വിഭാഗത്തിന് മാത്രമാകരുത്. അതൊരു എല്ലാ വിഭാഗങ്ങൾക്കും പ്രയോജനം കിട്ടുന്ന വിധത്തിലായിരിക്കണം. അപ്പോൾ ഈ 2 ലക്ഷ്യങ്ങൾ എപ്പോഴും ഗവൺമെൻറ്റിൻ്റെ മുന്നിലുണ്ടാകും. ഒന്ന് പരിസ്ഥിതി സംരക്ഷണം, 2 എന്ത് നേട്ടമുണ്ടാകുന്നതും സമൂഹത്തിലെ ഏറ്റവും താഴെത്തട്ടിലുള്ളവർക്ക് വരെ പ്രയോജനമുണ്ടാകുന്ന വിധത്തിലായിരിക്കണം. ഓക്കെ, പരിസ്ഥിതിയുടെ കാര്യം പറഞ്ഞപ്പോൾ അതിരപ്പള്ളി പദ്ധതി ജയറാം രമേശ് ബഹുമാനപ്പെട്ട മന്ത്രി അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇത് പരിസ്ഥിതിയെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം പവർ കിട്ടുന്ന ഒരു പ്രോജക്റ്റാണ്. ഇതിൽ മുഖ്യമന്ത്രി എന്ന നിലയിൽ അങ്ങയുടെ കാഴ്ചപ്പാടെന്താ? ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും ആതിരപ്പള്ളി പ്രോജക്റ്റിന് വേണ്ടി തീരുമാനമെടുത്തയാളാണ്. പരിസ്ഥിതി ആഘാതം സൃഷ്ടിക്കാതെ, അല്ലെങ്കിൽ ആഘാതം പരമാവധി കുറച്ച് കൊണ്ടുവന്നുകൊണ്ട് ആതിരപ്പള്ളി യാഥാർത്ഥ്യമാക്കാൻ പറ്റുമോ എന്ന് നോക്കണമെന്നുള്ള വ്യക്തമായ ഒരു അഭിപ്രായമുള്ള ആളാണ് ഞാൻ. പക്ഷേ അവിടെയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു തീരുമാനം അടിച്ചേൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ ശ്രീ ജയറാം രമേശ് കാര്യത്തിൽ വളരെ ഉറച്ച നിലപാടാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. അദ്ദേഹം ഒരു വിധത്തിലും ഇത് അനുവദിക്കില്ല എന്ന സമീപനമാണ്. ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നില്ല. അദ്ദേഹം എടുത്തിരിക്കുന്ന ഒരു നിലപാട് നമ്മുടെ പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടി അദ്ദേഹം എടുത്തിരിക്കുന്ന ഒരു നിലപാടാണ്. പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം 168 മെഗാവാട്ട് വൈദ്യുതി അത് ഹൈഡ്രൽ രംഗത്തിൽ നിന്ന് കിട്ടുക എന്ന് പറഞ്ഞാൽ, ഹൈഡ്രൽ രംഗമാണ് ഏറ്റവും ചെലവ് കുറഞ്ഞ വൈദ്യുതി ഉൽപ്പാദനം. അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നേട്ടമാണ്. അപ്പം ഇതിനൊരു വയാമീഡിയ ഉണ്ടാകുമോ? പരിസ്ഥിതിക്ക് ആഘാതമില്ലാത്ത വിധത്തിൽ, ഏൽക്കാത്ത വിധത്തിൽ, അല്ലെങ്കിൽ ആഘാതം കുറച്ചുകൊണ്ട് ഇത് യാഥാർത്ഥ്യമാക്കാൻ പറ്റുമോ എന്ന ചിന്ത ഇപ്പോഴും കൈവെടിഞ്ഞിട്ട്